Hello and welcome back to Simply My Style. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നുള്ള വീഡിയോ ആണ്. പണ്ട് കുറേ പേര് പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ചെയ്യണമെന്ന്, പക്ഷെ അപ്പോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതിവിടെ ആയിട്ടൊരു സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റും. പിന്നെ എന്നോട് കുറേ പേര് ഇപ്പോൾ ഒരുപാട് പേരായി ചോദിക്കുന്നു ഗെറ്റ് നോ മീ വീഡിയോ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. വലിയ കാര്യമായിട്ട് എന്നെപ്പറ്റി അറിയാനൊന്നുമില്ല, എന്നാൽ പോലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ട് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോടൊന്ന് പറയാം. ഞാനിപ്പോൾ വീഡിയോ ഇടില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഗെറ്റ് നോ മീ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ബാഗ് ഇതാണ് കേട്ടോ. വലിയ ഭംഗിയുള്ള ബാഗൊന്നുമല്ല, ഭയങ്കര കുഞ്ഞു ബാഗാണ്. ഇതിന് എനിക്ക് എന്തോ 500 or 300 ബില്ല് ആയിട്ടുള്ളൂ. ഞാൻ എപ്പോഴും വെളിയിലൊക്കെ വെറുതെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവില്ല, അങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു ചെറിയ ബാഗാണ് കൊണ്ടുപോകാറുള്ളൂ. വലുതൊക്കെ പിടിച്ച് ഞാൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഉണ്ടോ ഈ സംഭവം വലുതാക്കാം ചെറുതാക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ കഴുത്തിക്കൂടെ ഇങ്ങനെ സൈഡിലോട്ടിട്ട് നടക്കാമല്ലോ. അപ്പോൾ ഇതാണ് ക്യാരി ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ ഈ ബാഗാണ് കൊണ്ടുപോകാറ്. അപ്പോൾ നമുക്ക് ഈ ബാഗിനകത്ത് എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ തുറക്കാൻ പറ്റുന്ന ഒരു സംഭവമുള്ള ഇതാണ്. ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ 2 സിബ്ബുള്ള 2 ഓപ്പൺ ചെയ്യണ സംഭവം. പിന്നെ ഇതിവിടെ ഒരെണ്ണമുണ്ട്, ഒരു കുഞ്ഞിത്. അത്രേ ഉള്ളൂ, ഇത് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണുള്ളതെന്ന് ഞാൻ തുറന്ന് കാണിക്കാം. വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. ഫസ്റ്റ് തന്നെ ഫോണാണ്. ഫോൺ കാണിക്കാൻ ആകെ പൊട്ടിയിരിക്കുന്ന ഫോണാണ്. ഇതിൻ്റെ കവറൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഇത് കവറൊക്കെ ഇട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ സംഭവങ്ങളൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ച് ഒന്ന് നിലത്ത് വീണപ്പോൾ കവറിന് മാത്രം ഒന്നും പറ്റിയില്ല. അതായത് നമ്മുടെ സ്ക്രീൻ കാർഡിന് മാത്രമൊന്നും പറ്റിയില്ല. ഫുൾ അതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങോട്ട് പൊട്ടിപ്പോയി. എത്ര രൂപ കൊടുത്തത് ഇതൊന്ന് നന്നാക്കി എടുത്തതെന്നറിയോ. അപ്പം ഇതാണ് ഫസ്റ്റത്തെ സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വാച്ചാണ്. ഇത് ഞാൻ എൻ്റെ 8th മുതലുള്ള വാച്ചാണ്. എനിക്ക് 8th സ്റ്റാൻഡേർഡ് മുതൽ ഞാനിത് കെട്ടുന്ന വാച്ചാണ്. എന്നോട് കുറേ പേര് പറഞ്ഞു ഞാൻ വേറെ വാച്ച് മേടിച്ച് തരുന്നത് നീ ഒന്ന് മാറ്റാൻ, പക്ഷെ ഞാനത് മാറ്റത്തില്ല. ഇതാണ് ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന വാച്ച്. വലിയ ഭംഗിയുള്ള വാച്ചൊന്നുമില്ല, എന്നാലും എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു പൗഡർ. ഇത് വൈറ്റ് ടോണിൻ്റെയാണ്. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ടോൺ അത്യാവശ്യം നല്ലൊരു പൗഡറാണ് കേട്ടോ. നമുക്ക് മുഖത്ത് ഇടുമ്പോൾ സാധാരണ പൗഡറിനേക്കാളും കുറേ കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. സംഭവം തീർന്നു, എന്നാലും ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഉണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് ചീപ്പ് എല്ലാവരുടെ ഉണ്ടാവില്ലേ, ഈ ചീപ്പ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഒരു ലിപ്സ്റ്റിക്. ഇത് എന്താ ബ്ലൂ ഹെവൻ ഗോസിപ്പ് മാറ്റ് ലിപ്സ്റ്റിക്. ഇത് ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ വെളിയിലൊന്നും പോകുമ്പോൾ ഇടാറൊന്നുമില്ല, എന്നാലും വെറുതെ ഇത് ഞാൻ ബാഗിൽ ഇട്ടേക്കും, ഒരു രസമല്ലേ. ഇതിൻ്റെ കളർ അത്യാവശ്യം നല്ലൊരു പിങ്ക് കളറാണ്. അതുകൊണ്ട് ഇത് കണ്ടോ കയ്യിൽ. പിന്നെ ഇത് മറ്റേ നമ്മുടെ കൊളോസിലിൻ്റെ കാജലാണ്. കാജൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ കണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ. കണ്ണെഴുതുക എന്നുണ്ടെങ്കിൽ തന്നെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും. നമ്മൾ മേളിലോ ഒന്നും എഴുതിയില്ലെങ്കിലും വെറുതെ താഴത്തൊരു കൺമഷി വെച്ചിട്ടാണെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ സംഭവം എപ്പോഴും കയ്യിലുണ്ടാവും. ഇതില്ലെങ്കിൽ ചെറിയൊരു കാജലിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ അടുത്തത് വലിയ കാര്യമായിട്ടൊന്നും കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന സാധനമാണ്. ഇതെൻ്റെ മുടി കണ്ടില്ലേ, ഇപ്പം തന്നെ വലുതായിട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഭൂമെന്നിരിക്കുന്ന സമയത്ത് സ്പ്രേ ഞാനൊന്ന് വെറുതെ ഇങ്ങനെ സ്പ്രേ ചെയ്യാം, എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കും. എന്നോട് കുറേ പേര് പറഞ്ഞതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. ഞാൻ വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മുടി ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളവരുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ്.
പിന്നെ ഈ സംഭവം ഇതെന്തായാലും ഇത് വാട്ടർമെലൺ ബോഡി ബട്ടറാണ്. ഇത് ഏതോ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് നല്ല വാട്ടർമെലൻ്റെ ഒരു സ്മെല്ലാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് വാനിറ്റി കാസ്കിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഇത് ഭയങ്കര സ്മൂത്ത്, ഭയങ്കര എന്താ പറയുക, നമ്മുടെ നല്ല സ്മെല്ല് കുറേ നേരത്തേക്ക് സ്മെല്ല് നിൽക്കുകയും ചെയ്യും. ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഡ്രൈ ആയിട്ടുള്ളവരുടെ കയ്യിലോ ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ കയ്യിലാണിത് ഉപയോഗിക്കാം. പിന്നാണ് ഇത്. കഴിഞ്ഞ ദിവസം എവിടെയോ പോയപ്പോൾ കുറേ പിള്ളേർ വാങ്ങി ചേച്ചി എന്ന് പറഞ്ഞ് പുറകെ നടന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കി ചെല്ലാണ്ടടുത്തൊക്കെ ഇത് പൊക്കി കാണിക്കും, ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് മക്കളെ ഇത്. അപ്പം അങ്ങനെ കയ്യിൽ കിട്ടിയതാണ്. പിന്നെ അങ്ങനെ കൊണ്ടു നടക്കാറൊന്നുമില്ല കേട്ടോ എപ്പോഴും. പിന്നൊരു സംഭവം കുറച്ച് ലൂസായിട്ടിരിക്കുന്ന സംഭവം ഉണ്ടാവും. ബുഷ് എന്നാണ് പറയുക, റബ്ബർ ബാൻഡ്. പിന്നെ സ്ലൈഡ് ഉണ്ടാവും. 4 സ്ലൈഡ് കാണേണ്ടതാണ്. 4 സ്ലൈഡ് ഞാൻ എപ്പോഴും കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്യും. അതിനാണ് 4 സ്ലൈഡ്. ഇപ്പം 4 സ്ലൈഡ് ഉണ്ട്. ഇതെവിടെ പോയപ്പോൾ കിട്ടിയതാണ് കെച്ചപ്പ്. ഇത് മാറ്റാൻ മറന്നു പോയതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കള്ളി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇനി നെക്സ്റ്റത്തേൽ അതിനകത്ത് എൻ്റെ പേഴ്സാണ്. വേറൊന്നുമില്ലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പേഴ്സ് കയറുമ്പോൾ തന്നെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ഫില്ലാവും. ഇതാണ് എൻ്റെ പേഴ്സ്. അത്ര വലിയ നല്ല പേഴ്സൊന്നുമില്ല, എന്നാലും ഇതാണ് എൻ്റെ പേഴ്സ്. അപ്പോൾ ഇത് ഈ പേഴ്സിനകത്ത് വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. കുറേ പേപ്പറാണ് ഇത്. മൊത്തം കാണിക്കണോ? മൊത്തം പേപ്പറാണ്. ഫുൾ പേപ്പറാണ്. ഓരോരോ സ്ഥലത്തും അതിൻ്റെ. പിന്നെ എൻ്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെന്താ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെന്താ തിരിച്ചറിയൽ കാർഡ്, ID കാർഡ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ ഇതിനകത്ത് 2 ചെറിയ സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പൈസ കേട്ടോ. ഒരു 150 രൂപ ഉണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഭയങ്കര പിച്ചക്കാരിയായി വരികയാണ്. ഇപ്പോൾ പൈസ ഒന്നുമില്ല. ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ബസ് കാശെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇപ്പം അതുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ കുറച്ച് ചില്ലറ പൈസയാണ്. പിന്നെ കുറേ കാർഡ് അതും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി ഈ ബാഗിൻ്റെ ഫ്രണ്ടിൽ ഒരു കള്ളിയുണ്ട്, ഒരു പോർഷൻ ഉണ്ട്. ഇതിനകത്തൊരു ക്ലിപ്പ്, മുടി ക്ലിപ്പ് ചെയ്യാനായിട്ട്. എൻ്റെ മുടി നല്ല ഒതുങ്ങിയിരിക്കുന്നതായതുകൊണ്ട് ക്ലിപ്പ് എന്തായാലും വേണം. അതൊരു ക്ലിപ്പുണ്ട്. പിന്നെ വീണ്ടും ബുഷ്, അത് 2 ബുഷ്, കളർഫുള്ളായിട്ടുള്ള പല കളറിലുള്ള ബുഷ് ഉണ്ട് എനിക്ക്. പിന്നെ കുറച്ച് ചില്ലറ പൈസയുണ്ട്. ബസ് ടിക്കറ്റ്, കുറേ ചില്ലറ പൈസ. പിന്നെ ഉള്ളത് ഈ ഒരു വാച്ച്. ഇതെൻ്റെ അച്ചാച്ചൻ്റെ വാച്ചാണിത്. പണ്ട് അച്ചാച്ചൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടൊക്കെ ഇതെപ്പോഴും ഞാൻ കയ്യിൽ കൊണ്ട് നടക്കും. ഇത് തുരുമ്പെടുത്ത് വന്നാലും എന്തോ എനിക്കിഷ്ടമാണ്. ഒരുപാട് പഴയ വാച്ചായിട്ടോ. അപ്പോൾ ഈ വാച്ച് എപ്പോഴും ഞാൻ എൻ്റെ ഇതിനകത്ത് ഇട്ടേക്കും. പിന്നെ ഇതിനകത്ത്
കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. 2 കുഞ്ഞു കമ്മലാണ്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ വലിയ കമ്മലാണ് ഇടാറ്. എന്നാൽ പോലും ഞാനിത് വെറുതെ ഇട്ടേക്കും. എന്തെങ്കിലും ഇപ്പോൾ ആവശ്യം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇട്ടേക്കും. ഇങ്ങനത്തെ കമ്മലല്ലെങ്കിൽ ഇതിൻ്റെ ആണി ഉണ്ടാവില്ലേ, ആണിയുള്ള കമ്മലിടുമ്പോൾ അത് എപ്പോഴും എൻ്റെ നിന്ന് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആണി എടുത്തിടാലോ. അപ്പം അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. യെസ്, അപ്പോൾ നമ്മുടെ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. 2 കോളം ഫില്ലായി. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗിനകത്ത് ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ യെല്ലോ കളർ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സെറ്റിങ്സ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി. ഇപ്പോൾ മഞ്ഞ കളർ ഇല്ലല്ലോ. എനിക്കൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ വീഡിയോക്ക് യെല്ലോ കളർ ഉണ്ടോയെന്നൊന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനായിട്ട് ഒരു മടി കാണിക്കാൻ എന്താ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയാം. പിന്നെ ഇത് അത്യാവശ്യം ഷെയർ ചെയ്യാനായിട്ട് കൊള്ളാവുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇങ്ങനൊരു ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് പറയാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.